അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചിട്ടൊരു കപ്പ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നല്ല, അതിനത് ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഒന്നല്ല, ഇത് എനിക്കറിയ പോലും ഇല്ല ഇങ്ങനെ ഒരു ചിക്കൻ വെച്ചിട്ടൊരു ഇപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ കുഞ്ഞിൻ്റെ റെസിപ്പിയാണ്, കുഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിനുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് അരിഞ്ഞ് തരുന്നത്, ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ അരിഞ്ഞ് തരുന്ന ആൾ കുഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം. അപ്പോൾ അത് ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ നമുക്ക് പൂളൊന്ന് ഉപ്പും പച്ചവെള്ളം ഒഴിച്ച് കണ്ണിന് വേവിച്ചെടുക്കാം. പിന്നെ ആ ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലോണം വഴച്ചെടുത്തിട്ട് അതിലിങ്ങോട്ട് അലിഞ്ഞ് ചേരണം ചിക്കൻ കറി കടായിൽ. അപ്പം കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളോട് പറയാം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ താഴെ കാണുന്ന ലിങ്കിൽ തൊട്ടാൽ മതി. ഇതിൻ്റെ ഫുൾ വീഡിയോ വരും. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ആയി ആ ലിങ്കിൽ തൊടുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാൻ ഇതൊക്കെ എന്തൊക്കെയായിരുന്നു എന്താ ഏതാന്നൊക്കെ. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ കണ്ടെന്ന് റെസിപ്പിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും. എന്ത് ടേസ്റ്റാണ്, അതിൻ്റെ വായന്ന് പോണില്ല രുചി. നമുക്ക് നമ്മളെ വായിൽ തന്നെ നിൽക്കുന്ന ഒരു രുചി ഉണ്ടെന്ന് അറിയില്ല, അത്രമേൽ രുചിയുള്ളൊരു ചിക്കൻ കപ്പയാണ്. ചിക്കൻ കപ്പ ബിരിയാണിയാണ്. എന്താ ടേസ്റ്റ് അറിയാം. ആ ബിരിയാണീൻ്റെ ആ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ, ഒരു ചിക്കൻ ബിരിയാണി വെക്കണം ആ മസാലേൻ്റെ ടേസ്റ്റിന് എന്താ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പം എന്താ പൂളയും കൂടെ ഇട്ട് തട്ടിയിട്ട് ചെറിയുള്ളി കാന്താരിയും കൂടെ ചതച്ചതും തേങ്ങാപ്പാലും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ.